ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ യുഗത്തിലാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് തുടങ്ങിയവ സാങ്കേതിക ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ഇതിന്റെ സ്വാധീനം വളരെ വലുതാണ്. മുൻകാലങ്ങളിൽ അറിവ് നേടുന്നതിനായി പുസ്തകങ്ങളും അധ്യാപകരും മാത്രമായിരുന്നു പ്രധാന ആശ്രയം. എന്നാൽ ഇന്ന് ഇന്റർനെറ്റിലൂടെ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും അറിവ് നേടാൻ സാധിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ, വിദ്യാഭ്യാസ വീഡിയോകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ എന്നിവ പഠനത്തെ കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാക്കുന്നു. സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം വേഗത്തിൽ പഠിക്കാൻ സഹായിക്കുന്നു. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ അധ്യാപകർക്ക് പഠനം കൂടുതൽ ആകർഷമാക്കാൻ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ സ്കൂളുകൾ അടഞ്ഞപ്പോൾ ഓൺലൈൻ പഠനം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം തുടരാൻ സഹായിച്ചു. ഇത് വിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉത്തരവാദിത്തോടെയായിരിക്കണം. പഠനത്തിനായി ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ അത് ദോഷകരമാകും. അതിനാൽ സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അവസാനമായി വിദ്യാഭ്യാസത്തെ കൂടുതൽ ലളിതവും ആധുനികവും ഫലപ്രദവുമാക്കുന്ന ഒരു ശക്തമായ ഉപാധിയാണ് സാങ്കേതിക വിദ്യ എന്ന് ഞാൻ ഉറപ്പു പറയട്ടെ. അതിനാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ഭാവി കൂടുതൽ മികച്ചതാക്കാൻ കഴിയും. എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. പരമ്പരാഗതമായി ബ്ലാക്ക് ബോർഡുകളിൽ നിന്നും ഡിജിറ്റൽ ക്ലാസ് റൂമുകളിലേക്കുള്ള മാറ്റം നമ്മുടെ പഠന രീതിയെ കൂടുതൽ ലളിതവും രസകരവുമാക്കി മാറ്റിയെടുത്തു. ഇന്ന് ഒരു വിഷയം പുസ്തകത്തിൽ വായിച്ചു പഠിക്കുന്നതിനേക്കാൾ അതിൻ്റെ ആനിമേഷനുകളും വീഡിയോകളും കണ്ട് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ലോകത്തിന്റെ ഏത് കോണുകളിലിരുന്നും മികച്ച വിവരങ്ങളും അറിവുകളും വിരൽത്തുമ്പിൽ ലഭിക്കാൻ ഇന്റർനെറ്റ്, ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മെ സഹായിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിലെ ഓൺലൈൻ ക്ലാസുകളിലൂടെ നമ്മുടെ പഠനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് സാങ്കേതിക വിദ്യ മാത്രമാണ്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ അമിത ഉപയോഗം, തെറ്റായ വഴികളിലൂടെയുള്ള ഉപയോഗവും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സാങ്കേതിക വിദ്യയെ ഒരു മികച്ച പഠന സഹായിയായി മാത്രം കണ്ട് കൃത്യമായ ലക്ഷ്യത്തോടെ അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നാളേക്കായി സാങ്കേതിക വിദ്യയെ അറിവ് നേടാനുള്ള ശക്തമായ ആയുധമാക്കി മാറ്റണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അറിവും കഴിവുകളും നേടാൻ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനും വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തോടൊപ്പം സാങ്കേതിക വിദ്യയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സ്മാർട്ട് ക്ലാസ് തുടങ്ങിയവ ഇന്ന് വിദ്യാഭ്യാസത്തിൽ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയം ഉണ്ടായാൽ പുസ്തകങ്ങളിൽ മാത്രം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ വളരെ വേഗത്തിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും. സാങ്കേതിക വിദ്യ പഠനത്തെ കൂടുതൽ എളുപ്പവും രസകരവുമായിരിക്കുന്നു. ഉദാഹരണത്തിന്, ശാസ്ത്രത്തെ ഒരു വലിയ പരീക്ഷണം നേരിട്ട് കാണാൻ കഴിയാത്തപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിലൂടെ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഗണിതത്തിലെ ബുദ്ധിമുട്ടുള്ള ആശയങ്ങൾ ചിത്രങ്ങളുടെ ആനിമേഷനുകളുടെ സഹായത്തോടെ പഠിക്കാൻ സാധിക്കും. ഓൺലൈൻ ക്ലാസുകൾ, വിദ്യാഭ്യാസ വീഡിയോകൾ, ഡിജിറ്റൽ പുസ്തകങ്ങൾ, വിവിധ വിദ്യാഭ്യാസ ആപ്പുകൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാണ്. ക്ലാസ്സിൽ മനസ്സിലാകാത്ത ഒരു വിഷയം വീണ്ടും പഠിക്കാനും സാങ്കേതിക വിദ്യ അവസരം നൽകുന്നു. സാങ്കേതിക വിദ്യ അധ്യാപകർക്കും സഹായകരമാണ്. ചിത്രങ്ങളും വീഡിയോകളും പ്രസന്റേഷനുകളും ഉപയോഗിച്ച് അധ്യാപകർക്ക്
പാഠഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയും. അതുവഴി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയും പഠനത്തിലുള്ള താല്പര്യവും വർദ്ധിപ്പിക്കാം. എന്നാൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും അമിതമായി ഉപയോഗിക്കുന്നത് നമ്മുടെ പഠനത്തെയും സമയത്തെയും ബാധിക്കാം. അതിനാൽ സാങ്കേതികവിദ്യ ആവശ്യത്തിനും ശരിയായ രീതിയിലും ഉപയോഗിക്കണം. ഇന്റർനെറ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് കരുതാതെ വിശ്വസനീയമായ വിവരങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ നമ്മൾ പഠിക്കണം. സാങ്കേതിക വിദ്യ അധ്യാപകരെയോ പുസ്തകങ്ങളെയോ മാറ്റി സ്ഥാപിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ പഠനം കൂടുതൽ മികച്ചതാക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. അതിനാൽ സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അറിവ് നേടുകയും പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും ചെയ്യുക എന്നത് ഇന്നത്തെ ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്തമാണ്. സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നതാണ്. ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയുടെ ലോകമാണ്. നമ്മുടെ ദിവസേന ജീവിതത്തിലെ പല കാര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് പഠനത്തിനായി പ്രധാനമായും പുസ്തകങ്ങളെയും അധ്യാപകരെയും മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, സ്മാർട്ട് ക്ലാസ് റൂം, ഇന്റർനെറ്റ് തുടങ്ങിയവ പഠനത്തിന്റെ ഭാഗമായിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണം വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നതാണ്. നമുക്ക് മനസ്സിലാകാത്ത ഒരു വിഷയം കൂടുതൽ അറിയാൻ വിദ്യാഭ്യാസപരമായ വീഡിയോകളും ഡിജിറ്റൽ പുസ്തകങ്ങളും ഉപയോഗിക്കാം. ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും സഹായത്തോടെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും കഴിയും. സാങ്കേതിക വിദ്യ അധ്യാപകർക്കും വളരെ സഹായകരമാണ്. അധ്യാപകർക്ക് ഡിജിറ്റൽ ചിത്രങ്ങൾ, വീഡിയോകൾ, പ്രസന്റേഷനുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ക്ലാസുകൾ കൂടുതൽ രസകരമാക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ കണ്ടെത്താനും കൂടുതൽ പഠിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ്. പഠനത്തിനായി ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ അനാവശ്യമായി ഉപയോഗിച്ചാൽ സമയം നഷ്ടപ്പെടാം. തെറ്റായ വിവരങ്ങളും ഇന്റർനെറ്റിൽ ലഭിക്കാം. അതിനാൽ വിശ്വസനീയമായ വിവരങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും വേണം. സാങ്കേതിക വിദ്യക്ക് അധ്യാപകരെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. ഒരു നല്ല അധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനൊപ്പം അവരുടെ കഴിവുകളും ചിന്താശേഷിയും വളർത്തുന്നു. അതുകൊണ്ട് അധ്യാപകരുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം കൂടുതൽ ഫലപ്രദമാകുന്നത്. അവസാനമായി, സാങ്കേതിക വിദ്യ ഒരു ഉപകരണമാണ്, ലക്ഷ്യമല്ല. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ അറിവും കഴിവുകളും വളർത്താൻ കഴിയും. അതിനാൽ സാങ്കേതിക വിദ്യയെ ഭയക്കാതെ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാം. നല്ല വിദ്യാഭ്യാസത്തിനായി നല്ല സാങ്കേതിക വിദ്യ നല്ല ചിന്തയോടെ ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Good morning to everyone. Today I am going to speak about a topic that has become an important part of our daily lives: the importance of technology in education. Technology has changed the way we live, communicate, and learn. Today, devices such as smartphones, computers, tablets, and smart boards have become useful tools in education. In the past, when students had a doubt, they mainly depended on textbooks or teachers to find the answer. But today, with the help of the internet, we can find information about almost any topic within seconds. Educational videos, animations, pictures, and online learning platforms can make difficult subjects much easier to understand. For example, imagine that we are learning about the solar system. Instead of only reading about the planets in a textbook, we can watch an animation showing how the planets move around the sun. This makes learning more interesting and helps us remember what we have learned.
Technology is also helpful to teachers. They can use presentations, videos, digital activities, and online tests to make their classes more interactive. Students can also use educational websites and apps to practice lessons and improve their knowledge. Another important advantage is that technology can make education more accessible. Students can learn from home, attend online classes, and access educational materials even when they cannot physically attend school. However, technology also has disadvantages. If we do not use it wisely, a mobile phone that is useful for studying can easily become a source of distraction. Games, social media, and unnecessary screen time can take away our valuable study time. So, we should remember one important thing: technology should be our tool, not our master. We must learn to control how we use it instead of allowing it to control us. Technology cannot completely replace teachers either. A teacher does much more than simply provide information. Teacher guide us, encourage us, correct our mistakes, and help us become better human beings. The best education happens when good teaching and useful technology works together. To conclude, technology has the power to make education more interesting, accessible, and effective, but its benefits depend on how responsibly we use it. Let us use technology not just for entertainment, but also to learn new things, develop our skills, and build a better future. Technology gives us the tools, but it is our responsibility to use them wisely. Thank you. ബഹുമാന്യരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും പോലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിമറിച്ച ഒന്നാണ് സാങ്കേതികവിദ്യ. വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പഴയകാലത്ത് പുസ്തകങ്ങളും കറുത്ത പലകയും ചുണ്ണാമ്പും മാത്രമായിരുന്നു നമ്മുടെ പഠനോപകരണങ്ങൾ. എന്നാൽ ഇന്ന് വിരൽത്തുമ്പിൽ ലോകത്തിൻ്റെ ഏത് വിവരവും ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, ഇന്റർനെറ്റ് എന്നിവ നമ്മുടെ പഠന രീതികളെ സമൂലം മാറ്റിമറിച്ചിരിക്കുന്നു. ഇന്ന് സാങ്കേതികവിദ്യ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്ന പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അറിവുകൾ ഇന്ന് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നു. ഓരോ കുട്ടിയുടെയും പഠന വേഗതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ AI ടൂളുകളും ഓൺലൈൻ കോഴ്സുകളും സഹായിക്കുന്നു. സങ്കീർണമായ ശാസ്ത്ര സത്യങ്ങളും ചരിത്ര സംഭവങ്ങളും വെറും പാഠപുസ്തക വായനയേക്കാൾ എളുപ്പത്തിൽ ആനിമേഷനിലൂടെയും വീഡിയോകളിലൂടെയും മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കുന്നു. കോവിഡ് കാലഘട്ടം നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം സാങ്കേതിക വിദ്യയിലൂടെ ക്ലാസുകൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും മികച്ച ക്ലാസുകൾ കേൾക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ മറ്റൊരു വശം കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ അമിതമായ ഉപയോഗം കുട്ടികളിൽ കളിസ്ഥലങ്ങളിൽ നിന്നുള്ള അകൽച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ അഡിക്ഷനും കാരണമാകുന്നുണ്ട്. അതിനാൽ സാങ്കേതിക വിദ്യ ഒരു അടിമയെപ്പോലെ നിയന്ത്രിക്കാൻ നാം പഠിക്കണം, അല്ലാതെ അതിൻ്റെ അടിമകളായി മാറരുത്. സാങ്കേതിക വിദ്യ ഒരിക്കലും നല്ല അധ്യാപകർക്ക് പകരമാവില്ല, മറിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളിലേക്ക് അറിവ് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് സാങ്കേതിക വിദ്യ. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ലോകവുമായി സംവദിക്കാനും മികച്ച വിദ്യാഭ്യാസം നേടാനും സാങ്കേതിക വിദ്യയെ നമുക്ക് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Good afternoon, sir. I am Fatima Reis. Today, I am going to speak about the importance of technology in education. We live in a world where technology is an important part of our daily lives. It has brought many changes to different fields, and education is one of them. In the past, books and teachers were the main sources of knowledge. But today, with the help of computers, smartphones, and internet, and smart classrooms, students can be access information easily and quickly. Technology makes learning more interesting and easier. Pictures, videos, animations, and educational applications can help students understand difficult topics better. For example, if we cannot plan for a science experiment in the classroom, we can watch
an educational video and understand how it works. Online classes and digital learning materials are also very useful. If a student does not understand a lesson, they can watch or study it again. Students can also learn new skills and subjects through educational websites and platforms. Technology is helpful for teachers as well. Digital boards, presentation, educational videos, and online tests can make teaching more effective and engaging. However, technology also has some disadvantages. Excessive use of mobile phones and the internet can affect our studies and concentration. There is also a possibility of believing false information. Therefore, we should use technology wisely and responsibly. Technology is not meant to replace teachers. Instead, it should be used as a tool to support teachers and students make education better. To conclude, technology has opened new doors to knowledge. If we use it wisely and responsibility, it can make our education more effective, interesting, and accessible to everyone. Technology is a tool in our hands. Its real power depends on how we use it. I hope you enjoyed my speech. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയുടെ ലോകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതാണ്ട് എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. പണ്ട് അറിവ് നേടാനുള്ള പ്രധാന മാർഗം പുസ്തകങ്ങളും അധ്യാപകരുമായിരുന്നു. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സ്മാർട്ട് ക്ലാസ് റൂം, ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവ വിദ്യാഭ്യാസത്തെ കൂടുതൽ എളുപ്പവും ആകർഷകവുമാക്കുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വിവരങ്ങളും വളരെ വേഗത്തിൽ ലഭിക്കും. ഒരു പഠന ഭാഗം പുസ്തകത്തിൽ വായിക്കുന്നതിനു പകരം വീഡിയോ, ചിത്രങ്ങൾ, ആനിമേഷൻ എന്നിവയിലൂടെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും സ്വന്തം വേഗതയിൽ പഠിക്കാനും സംശയങ്ങൾ വീണ്ടും പരിശോധിക്കാനും സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഓൺലൈൻ ക്ലാസ്, ഡിജിറ്റൽ ലൈബ്രറികളും വിദ്യാഭ്യാസത്തെ കൂടുതൽ വിശാലമാക്കിയിരിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയ്ക്ക് ചില ദോഷങ്ങളും ഉണ്ട്. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും അമിതമായ ഉപയോഗം പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം. തെറ്റായ വിവരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ സാങ്കേതിക വിദ്യ വിവേകത്തോടെയും നിയന്ത്രണത്തോടെയും ഉപയോഗിക്കണം. സാങ്കേതിക വിദ്യ അധ്യാപകരെ മാറ്റി സ്ഥാപിക്കാനുള്ള ഒന്നല്ല, മറിച്ച് അധ്യാപകരുടെയും അറിവിനെയും വിദ്യാർത്ഥികളുടെയും പഠനത്തോടെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലെ ശക്തിയാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും നല്ലൊരു ഭാവി സൃഷ്ടിക്കാനും സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം. Respected teachers and my dear friends, a very warm good morning to all of you. As part of our Ignite Gramadibam Aspiring August First Friday activity, I stand before you today to speak on a highly relevant topic, the importance of technology in education. We are currently living in the 21st century, an era driven by rapid digital evolution. Today, there is hardly any field untouched by technology, and education is perhaps the most deeply impacted. In the past, acquiring knowledge was confined to physical textbooks and the four walls of a traditional classroom. However, modern technology has broken down these traditional boundaries. Smart classrooms, projectors, and high speed internets have completely transformed our learning methods. Complex scientific formulas, abstract mathematical concepts, and history events are no longer just dry text on a page. When we visualize them through digital animation, interactive simulation, and videos, they register much faster and stay in our memory longer. Furthermore, online libraries and educational applications have democratized learning. Today,
A student sitting in any remote corner of the world can access world-class study materials and lectures with just a click. We must also remember that during the recent COVID pandemic, when the entire physical world came to a standstill, it was this digital technology that ensured our education continued seamlessly without a major break. However, as the saying goes, every coin has two sides. Technology is a powerful tool, but its excessive and uncontrolled use can be highly detrimental. The overuses of smartphones and social media often lead to severe lack of focus, decreased attention spans, and various physical and mental health issues among students. We must understand that technology is merely an aid to gain knowledge. We must never allow it to overpower our independent thinking, critical analysis, or natural creativity. In this vast digital world, we must practice self discipline and learn to stay away from online traps and distractions. To conclude, technology is a wonderful gift to modern education, but its true success depends entirely on how responsibly we choose to use it. Instead of treating devices as mere sources of entertainment, we must transform them into stepping stones towards achieving our academic goals. Let us embrace these digital advancements wisely to absorb true knowledge and build a brighter future for ourselves and the society. With these words, I conclude my speech. Thank you all and have a wonderful day ahead. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇഗ്നൈറ്റ് ഗ്രാമദീപം സംഘടിപ്പിക്കുന്ന ആസ്പയറിംഗ് ഓഗസ്റ്റ് പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ യുഗത്തിലാണ്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ന പോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പരമ്പരാഗത കരിമ്പലകയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മാറി ഡിജിറ്റൽ ബോർഡുകളിലേക്കും ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കും നമ്മുടെ ക്ലാസ് മുറികൾ മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന ഏറ്റവും വലിയ നേട്ടം അറിവുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കി എന്നതാണ്. പഴയ കാലങ്ങളിൽ ഒരു വിവരത്തിനു വേണ്ടി ലൈബ്രറികളിൽ മണിക്കൂറുകളോളം പുസ്തകങ്ങൾ തിരയേണ്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഏത് ലോകോത്തര വിവരവും നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്നു. മറ്റൊന്ന്, പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ ഇതിന് കഴിഞ്ഞു എന്നതാണ്. സങ്കീർണമായ ശാസ്ത്ര ആശയങ്ങളും ഗണിത സമവാക്യങ്ങളും ആനിമേഷനുകളിലൂടെയും 3D വീഡിയോകളിലൂടെയും കാണുമ്പോൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ പഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് സാങ്കേതിക വിദ്യ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നിരുന്നാലും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ നാം ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയുടെ അമിതോപയോഗവും ഗെയിമുകളോടുള്ള കമ്പവും വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുകയും അതിൻ്റെ അടിമയാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അധ്യാപകർക്ക് പകരമാകാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കഴിയില്ല. എന്നാൽ അധ്യാപകരുടെ അറിവ് കൂടുതൽ ഫലപ്രദമായി നമ്മളിലേക്ക് എത്തിക്കാൻ അതിന് സാധിക്കും. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഭാവി ലോകത്തോടൊപ്പം മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ,
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും മാറ്റിമറിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം. ഒരിക്കലൊരു സംശയത്തിന് ഉത്തരം കണ്ടെത്താൻ നാം പുസ്തകങ്ങൾ തിരഞ്ഞു നടക്കേണ്ടിയിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ചെറിയ മൊബൈൽ ഫോണിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയിലേക്ക് പോലും നമുക്ക് എത്തിച്ചേരാം. സാങ്കേതിക വിദ്യാഭ്യാസത്തെ ഒരു ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ലോകത്തിന്റെ വിശാലമായ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് സ്മാർട്ട് ക്ലാസുകൾ, ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകൾ, വിദ്യാഭ്യാസ ആപ്പുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, കൃത്രിമ ബുദ്ധി തുടങ്ങിയവ പഠനത്തെ കൂടുതൽ എളുപ്പവും രസകരവും ഫലപ്രദവുമാക്കുന്നു. ഒരു ശാസ്ത്ര വിഷയം പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാൾ അതിന്റെ ഒരു ആനിമേഷൻ കാണുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ലോകത്തിന്റെ ഭൂപടം സ്ക്രീനിൽ നേരിട്ട് കാണാം. ചരിത്രം പഠിക്കുമ്പോൾ പഴയ സംഭവങ്ങൾ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും മനസ്സിലാക്കാം. അതുകൊണ്ട് സാങ്കേതികവിദ്യ വിവരങ്ങൾ നൽകുന്ന ഒരു ഉപകരണം മാത്രമല്ല, അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന ഒരു ശക്തിയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ പാഠപുസ്തകത്തിനപ്പുറത്തേക്കും അറിവ് നേടാൻ കഴിയും. ഒരു വിഷയത്തിൽ കൂടുതൽ അറിയണമെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ കാണാം, ഡിജിറ്റൽ പുസ്തകങ്ങൾ വായിക്കാം, വിദ്യാഭ്യാസ വീഡിയോകൾ കാണാം. മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായി അറിവും ആശയങ്ങളും പങ്കുവയ്ക്കാനും ഇന്ന് സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. അതായത്, പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഒരു സ്കൂളിന്റെയോ ഒരു ക്ലാസ് മുറിയുടെയോ പരിധിയിൽ മാത്രം ഒതുങ്ങുന്നതില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒരു വിഷയം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് കൂടുതൽ ലളിതമായി വിശദീകരിക്കാൻ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ സഹായിക്കും. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും പഠനത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനും ഇത് സഹായകരമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്: സാങ്കേതിക വിദ്യ ഒരു നല്ല സേവകനാണ്, പക്ഷേ ഒരു മോശം യജമാനനാകാം. മൊബൈൽ ഫോണും ഇന്റർനെറ്റും പഠനത്തിനായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും. എന്നാൽ അതേ ഉപകരണങ്ങൾ അമിതമായി വിനോദത്തിനും സോഷ്യൽ മീഡിയക്കുമായി ഉപയോഗിച്ചാൽ അത് നമ്മുടെ പഠനത്തെയും സമയത്തെയും ബാധിച്ചേക്കാം. ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഒരു ലൈബ്രറി ആക്കാം, അതേസമയം ഒരു ഡിസ്ട്രാക്ഷൻ ആകാനും കഴിയും. അതിനാൽ സാങ്കേതിക വിദ്യയെ ഒഴിവാക്കുകയല്ല വേണ്ടത്, അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ വെറും ഒരു ഉപകരണമല്ല, അത് അറിവിലേക്കുള്ള ഒരു വാതിലാണ്. ആ വാതിൽ തുറന്ന് നാം അറിവിന്റെ ലോകത്തേക്ക് കടക്കണമോ അതോ സമയം പാഴാക്കണമോ എന്നത് നമ്മുടെ തീരുമാനമാണ്. ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഒരു സംശയം വന്നാൽ അധ്യാപകനോട് ചോദിക്കാം, പുസ്തകത്തിൽ അന്വേഷിക്കാം, ഇന്റർനെറ്റിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ച് സ്വന്തം അറിവ് വികസിപ്പിക്കാം. പക്ഷേ ഇതോടൊപ്പം നമുക്ക് സ്വന്തമായി ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയണം. കാരണം സാങ്കേതിക വിദ്യ നമുക്ക് അറിവ് നൽകും, ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് സാങ്കേതിക വിദ്യ നമ്മുടെ പഠനത്തിന്റെ ശത്രുവല്ല, ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാകാം. നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് വെറും വിവരങ്ങൾ ശേഖരിക്കുന്ന വിദ്യാർത്ഥികളാകാതെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുകയും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളാകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ നിന്ന് സാങ്കേതിക വിദ്യയുണ്ട്, നമ്മുടെ മുന്നിൽ അനന്തരമായ അറിവിന്റെ ലോകവുമുണ്ട്. ഇനി വേണ്ടത് ശരിയായ ദിശയും ശരിയായ ഉപയോഗവുമാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: സാങ്കേതിക വിദ്യ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നു, ഇനി അതിനെ അറിവാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് സാങ്കേതിക വിദ്യയുടെ അടിമകളാകാതെ സാങ്കേതിക വിദ്യയെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും ഭാവിയുടെയും ശക്തിയായി മാറ്റാം. നമ്മുടെ അറിവ് വളർത്താം, നമ്മുടെ കഴിവ് വികസിപ്പിക്കാം, പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാം, നമ്മുടെ ഭാവിയെ നമുക്ക് തന്നെ നിർമ്മിക്കാം. നന്ദി, നമസ്കാരം. Good morning, respected teachers, principal, and all my dear friends. Today, I am here to speak a few words about the importance of technology in education. In this generation, technology is very useful in our studies. It helps students to learn new things easily and more interesting. We can use computers, mobile phones, smart boards, and the internet for learning. Technology makes our classes more interesting and enjoyable. We can watch educational videos, read books online, and find information quickly.
Technology saves our time and helps us improve our knowledge and skills. But we should always use technology in a good and safe way. Technology makes classes interactive instead of just listening. Students can do quizzes, watch 3D models, use simulations, and play educational games. This helps us remember better, and teachers can connect with video call and online platforms. And it also helps in learning coding, graphic designs, robotics, AI, and many job skills online. During times like COVID, we saw how important technology is. Without online classes and digital tools, education would have stopped completely. But we should all also remember to use technology wisely. It is a tool to help us, not to distract us. In conclusion, technology is not the future of education, it is the present. It makes learning faster, smarter, and better. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകന്മാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, ഇന്റർനെറ്റ്, ഓൺലൈൻ പഠനം തുടങ്ങിയവ പഠനം കൂടുതൽ എളുപ്പവും രസകരവുമാക്കുന്നു. അധ്യാപകർക്കും സാങ്കേതിക വിദ്യ ഏറെ സഹായകമാണ്. പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഉപയോഗിച്ച് അവതരിപ്പിക്കുകയും ക്ലാസുകൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ പരീക്ഷകൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, വിദ്യാഭ്യാസ ആപ്പുകൾ എന്നിവയും പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കുന്നു. വിദ്യാഭ്യാസത്തെ കൂടുതൽ എളുപ്പവും വേഗതമേറിയതും ഫലപ്രദവും ആക്കുന്നതിനാൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുണ്ട്. അതിനാൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമായി സാങ്കേതിക വിദ്യ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഋതുദേവ് റിഗിൽ, പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വന്ന ഒരു സാങ്കേതിക ഉപകരണമാണ് മൊബൈൽ ഫോൺ. ഉപയോഗ ഗുണങ്ങളും ഏറെയുള്ള ഈ ഉപകരണത്തിന് അത്രയേറെ ദോഷങ്ങളും ഉണ്ട്. പ്രസിഡന്റ് മുതൽ കൂലിപ്പണിക്കാരന്റെ വരെ കയ്യിൽ മൊബൈൽ ഫോൺ ഇന്ന് ഉണ്ട്. ലോകം തന്നെ തങ്ങളുടെ കയ്യിലാണ് എന്ന മട്ടിലാണ് ജനങ്ങളുടെ പെരുമാറ്റം. മൊബൈൽ ഫോണിൽ ലക്ഷക്കണക്കിന് കണ്ടുപിടിക്കപ്പെട്ടു. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതോടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന ബോർഡ് വരെ സ്ഥാപിക്കേണ്ടതായി വന്നു. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ചെവിയിൽ പോലും മൊബൈൽ ഫോൺ കേൾപ്പിക്കാൻ തുടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. ആദ്യ ഉപയോഗം ഏതു സ്ഥലത്തു നിന്ന് തങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് സംസാരിക്കാനുള്ള രീതിയെയാണ് ഈ ഉപകരണത്തെ ജനകീയമാക്കിയത്. ചിത്രങ്ങളെക്കാനും വീഡിയോകൾ എടുക്കാനും ഗാനങ്ങൾ കേൾക്കാനുമെല്ലാം ഈ ഉപകരണം തന്നെ സഹായിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പോലുള്ള ഒരു ഉപകരണമായി മാറി. ഇങ്ങനെ ഏറെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനം ആരോഗ്യ പ്രശ്നം. മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ തലച്ചോറിലെ കോശങ്ങൾക്ക് ബാധിക്കുന്നു. കാഴ്ചക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അൽഷിമേഴ്സ് രോഗത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് ഞാൻ സമൂഹത്തിനോട് പറയുന്നത് ഇങ്ങനെ: മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അനാവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യാപകരെ,
പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിലെ കഴിവുകൾക്ക് പുതിയ വെളിച്ചം പകരുന്ന ഇഗ്നൈറ്റ് ഗ്രാമദീപം ആസ്പയറിംഗ് പരിപാടിയിലാണ് നാം ഉള്ളത്. ഈ പരിപാടിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നതാണ്. ഇന്ന് നാം ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാം. എല്ലാ മേഖലകളിലും എന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യ എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു? ആദ്യമായി ഇത് പഠനത്തെ കൂടുതൽ എളുപ്പവും രസകരവുമാക്കുന്നു. പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഒരു വിഷയം വീഡിയോകളിലൂടെയോ ആനിമേഷനുകളിലൂടെയോ കാണുമ്പോൾ ഇത് കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുന്ന രൂപത്തിലാകുന്നു. സങ്കീർണമായ വിഷയങ്ങൾ പോലും ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസുകളിലൂടെ ലളിതമായി മനസ്സിലാക്കാനായി നമുക്കേവർക്കും സാധിക്കും. രണ്ടാമതായി അറിവിലേക്കുള്ള വാതിൽ ലോകത്തെവിടെ എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു. ഇന്റർനെറ്റ് വഴി ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. വിദൂര ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് പോലും വീടുകളിൽ ഇരുന്നു കൊണ്ട് ഉയർന്ന നിലവാരമുള്ള അറിവുകൾ നേടാൻ ഇത് സഹായിക്കും. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് രണ്ട് വശങ്ങളുണ്ട്. ഇതൊരു ഉപകരണം മാത്രമാണ്, അധ്യാപകർക്ക് പകരമാവില്ല. പ്രത്യേകമായി പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഗെയിമുകളിൽ സമയം കളയുന്നതിന് പകരം അറിവ് വർദ്ധിപ്പിക്കാൻ മാത്രം ഉപയോഗിക്കാൻ നാം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ചാൽ നമ്മുടെ ഭാവി കൂടുതൽ ശോഭനമാക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു കാലത്ത് അറിവ് നേടാനുള്ള പ്രധാന മാർഗം പുസ്തകങ്ങളും അധ്യാപകരുമായിരുന്നു. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സ്മാർട്ട് ക്ലാസ് തുടങ്ങിയവ പഠനത്തിന്റെ ഭാഗമായിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണം അറിവ് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു എന്നതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പുസ്തകങ്ങളിൽ മാത്രം അന്വേഷിക്കേണ്ടതില്ല. വിശ്വസനീയമായ വിദ്യാഭ്യാസ വെബ്സൈറ്റുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, വിദ്യാഭ്യാസ വീഡിയോകൾ എന്നിവയിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ കഠിനമായ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ശാസ്ത്രത്തിലെ ഒരു പരീക്ഷണം വീഡിയോയിലൂടെ കാണുമ്പോൾ അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഗണിതത്തിലെ ചില ആശയങ്ങൾ ആനിമേഷനുകളിലൂടെയും ഇന്ററാക്റ്റീവ് പഠന സംവിധാനങ്ങളിലൂടെയും പഠിക്കാം. സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളുടെ സ്വയം പഠനശേഷിയും വളർത്തുന്നു. അധ്യാപകൻ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സ്വയം അന്വേഷിക്കാനും കൂടുതൽ അറിവ് നേടാനും കഴിയും. എന്നാൽ സാങ്കേതിക വിദ്യക്ക് ചില ദോഷങ്ങളുമുണ്ട്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും പഠനത്തിനായി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ തിരിയാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലും ഗെയിമുകളിലും അമിതമായി സമയം ചെലവഴിക്കുന്നത് പഠനത്തെ ബാധിക്കാം. അതിനാൽ സാങ്കേതിക വിദ്യ നമ്മെ നിയന്ത്രിക്കുന്ന ഒന്നാകാതെ നാം നിയന്ത്രിച്ച് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരിക്കണം. കൂടാതെ ഇന്റർനെറ്റിൽ ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയായിരിക്കണമെന്നില്ല. അതിനാൽ വിവരങ്ങൾ വിശ്വസനീയമാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: സാങ്കേതിക വിദ്യ അധ്യാപകരെ മാറ്റി സ്ഥാപിക്കാനുള്ളതല്ല, മറിച്ച് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പഠന പ്രക്രിയ കൂടുതൽ മികച്ചതാക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സാങ്കേതിക വിദ്യ നമ്മുടെ പഠനത്തെ കൂടുതൽ എളുപ്പവും രസകരവും ഫലപ്രദവുമാക്കും.
സാങ്കേതിക വിദ്യയെ വെറും വിനോദത്തിനായി ഉപയോഗിക്കാതെ അറിവിലേക്കുള്ള വാതിലായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി. മാനസദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാറുന്ന ലോകത്ത് മാറ്റി നിർത്താനാവാത്ത ഒന്നായി സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പോലെ മനുഷ്യരാശിയുടെ പുരോഗതിയുടെ അടിത്തറയായ വിദ്യാഭ്യാസ മേഖലയെയും സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പണ്ട് അറിവ് നേടുക എന്നത് പ്രയാസകരമായ ഒന്നായിരുന്നു. വിവരങ്ങൾക്കായി ഗ്രന്ഥശാലകൾ കയറി ഇറങ്ങേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ കാലഘട്ടത്തിലാണ്. ഒരു സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റ് കണക്ഷനോ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കാൻ ഇന്ന് ഏവർക്കും സാധിക്കും. അറിവ് എന്നത് ചില ആളുകളുടെ മാത്രം കുത്തകയല്ലാതായി മാറുകയും അത് എല്ലാവരിലേക്കും എത്തുന്ന ജനാധിപത്യവൽക്കരണം സംഭവിക്കുകയും ചെയ്തത് സാങ്കേതിക വിദ്യയുടെ വരവോടെയാണ്. സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി പഠന രീതികളിലുണ്ടായ മാറ്റം. പഴയകാലത്തെ മനപ്പാഠം പഠിക്കുന്ന രീതിയിൽ നിന്ന് മാറി കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കാൻ ഇന്ന് കുട്ടികൾക്ക് സാധിക്കുന്നു. സങ്കീർണമായ ശാസ്ത്ര പരീക്ഷണങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങളും വിഷ്വലൈസേഷനുകളിലൂടെയും ആനിമേഷനുകളിലൂടെയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ പഠിപ്പിക്കുമ്പോൾ പഠനം ലളിതവും ദീർഘകാലം ഓർമ്മയിൽ നിലനിൽക്കുന്നതുമായി മാറുന്നു. രണ്ടാമതായി അതിരുകളില്ലാത്ത പഠനാവസരങ്ങൾ. ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരിൽ നിന്നും ലഭിക്കുന്ന അറിവ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടതില്ല. AIT, ഹാർവാർഡ് തുടങ്ങിയ ലോകോത്തര സർവകലാശാലയുടെ കോഴ്സുകൾ നമ്മുടെ മുറിയിലിരുന്ന് സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ പഠിക്കാൻ MOOC പ്ലാറ്റ്ഫോമുകളിലൂടെയും ഓൺലൈൻ ലേണിംഗ് ആപ്പുകളിലൂടെയും സാധിക്കുന്നു. എല്ലാ കുട്ടികളിലൂടെയും ഗ്രഹണശേഷി ഒരുപോലെയല്ല. ഓരോ കുട്ടിയുടെയും വേഗതയ്ക്കനുസരിച്ച് അവന് മനസ്സിലാകുന്ന രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന AI അധിഷ്ഠിത ലേണിംഗ് ഇന്ന് ലഭ്യമാണ്. സ്വയം പഠിക്കാനും സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നേറാനും ഇത് സഹായിക്കുന്നു. എന്നാൽ ഇതിന് തിളക്കമുള്ള ഒരു വശം മാത്രമല്ല ഉള്ളത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അമിതോപയോഗം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ അഡിക്ഷൻ, ഏകാന്തത, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ വായനാശീലവും സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷിയും കുറയുന്നു എന്ന വിമർശനവും ശക്തമാണ്. സാങ്കേതിക വിദ്യ ലഭിക്കുന്നവരും ലഭിക്കാത്തവരും തമ്മിലുള്ള ഡിജിറ്റൽ ഡിവൈഡ് എന്നത് സാമൂഹിക അസമത്വവും നമ്മൾ കാണാതെ പോകരുത്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാങ്കേതിക വിദ്യ എന്നത് അധ്യാപകന് പകരക്കാരനല്ല, മറിച്ച് അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും കയ്യിലെ കരുത്തുറ്റൊരായുധം മാത്രമാണ്. ഒരു മികച്ച അധ്യാപകൻ്റെ സ്നേഹവും സഹാനുഭൂതിയും ഉപദേശവും നൽകാൻ ഒരു റോബോട്ടിനോ കമ്പ്യൂട്ടറിനോ കഴിയില്ല. അതുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കുകയും അതിൻ്റെ കെണികളിൽ വീഴാതെ സൂക്ഷിക്കുകയും ചെയ്യാം. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കും അറിവ് സമ്പാദനത്തിനുമുള്ള പാലമാക്കി മാറ്റി നിർമ്മിക്കാം നമുക്ക് ഒരു പുതിയ നാളേക്ക് വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്നെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ്, സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങിയവ പഠനം കൂടുതൽ എളുപ്പമാക്കാൻ ആകർഷകമാക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും വിദ്യാഭ്യാസ വീഡിയോകളിലൂടെയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. ചിത്രങ്ങൾ, വീഡിയോകൾ, ആനിമേഷനുകൾ എന്നിവ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അറിവുകളും വിവരങ്ങളും വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കാനും സ്വയം പഠിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്.
പഠനത്തിനായി ഉപയോഗിക്കേണ്ട സാങ്കേതിക വിദ്യ വിനോദത്തിനായി മാത്രം ഉപയോഗിക്കാതെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അറിവിന്റെ ലോകത്തേക്കുള്ള ഒരു വാതിലാണ് സാങ്കേതിക വിദ്യ. അതിനാൽ സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ പഠനം കൂടുതൽ മികച്ചതാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good afternoon to everyone. Honorable Chairman, respected teachers, and my beloved friends. On this auspicious occasion, I'm very glad to meet you. I don't know how to express my heartfelt thanks to you. I don't know what people would be expecting me to say, but first of all, thank you to every person who gave me this opportunity. Dears, today I stand before you to share my thoughts on a topic that has become an integral part of our lives: social media, boon or bane. In simple words, we can define social media as a platform that allow users to share photos, videos, texts, or communicate through messages or calls. It's like a double-edged sword, has both positive and negative aspects. On one hand, it connects us with family, friends. We can share our thoughts, experience, and joyous moments with just a click. It acts as a platform for learning where we can discover new ideas, cultures, and perspectives. A lot of exciting features are available on social media, due to which people, especially the young generations, are more attracted towards it. In 1997, the first social media platform by the name 6 Degrees was launched. Gradually, other platforms came into existence. Some famous social media platforms that encounter a large number of users today are Instagram, Facebook, WhatsApp, Twitter, etc. Social media is a great way of entertainment. News in social media is spread like a fire. Moreover, social media is a boon for business purposes. However, on the flip side, social media can also be a bane. Excessive use may lead to addiction and negatively impact our mental health. It sometimes promotes unrealistic standards and fosters a culture of comparison, affecting our self-esteem. Moreover, the spread of misinformation is a growing concern, as not everything we encounter online is reliable. As students of the digital age, it's crucial for us to strike a balance. We must use social media responsibly, respecting the feelings and opinions of others. Social media is also a great source of spreading fake news. People are now addicted to social media, which in turn can affect their health. Cybercrimes, online bullying, security, and privacy issues represent its dark side. Let us harness its positive potential to connect, learn, and grow, while being vigilant about its pitfalls. In conclusion, social media can be both a boon and a bane. It depends on how we choose to use it. Thank you. ആദരണീയരായ അധ്യാപകരെ നമസ്കാരം. വിദ്യാഭ്യാസം മനുഷ്യനെ മാറ്റുന്നു, സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തെ മാറ്റുന്നു. ഈ രണ്ടും ഒരുമിക്കുമ്പോൾ സമൂഹം തന്നെ മാറുന്നു. ഈ ചിന്തയോടെയാണ് ഞാൻ ഇന്ന് വിദ്യാഭ്യാസത്തെ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ പഠനകാലവും നമ്മുടെ പഠനകാലവും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. അവർക്ക് അറിവിന്റെ ഏക ഉറവിടം പുസ്തകങ്ങളും അധ്യാപകരുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ ക്ലാസുകൾ വരെ അവന് ലഭ്യമാണ്. അറിവിന് ഇന്ന് അതിരുകളില്ല. ഇതാണ് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടം. കോവിഡ് കാലം നമ്മെ വലിയ പാഠം പഠിപ്പിച്ചു. സ്കൂളുകൾ അടഞ്ഞപ്പോൾ പഠനം നിലച്ചില്ല. ഓൺലൈൻ ക്ലാസുകൾ, വീഡിയോ പാഠങ്ങൾ, ഡിജിറ്റൽ നോട്ടുകൾ എന്നിവയിലൂടെ പഠനം തുടർന്നു. അതിലൂടെ ഒരു കാര്യം വ്യക്തമായി: സാങ്കേതിക വിദ്യ ഒരാഡംബരമല്ല, ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യ ഘടകമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം കൂടുതൽ എളുപ്പമായും രസകരമായി മാറിയിരിക്കുന്നു. ഒരു ശാസ്ത്ര പരീക്ഷണം
പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാൾ വീഡിയോയിലൂടെ കാണുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നു. ഭൂമിശാസ്ത്രത്തിൽ ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിത്രങ്ങളും മാപ്പുകളും ഉപയോഗിക്കുന്നത് പഠനം കൂടുതൽ ജീവനുള്ളതാക്കുന്നു. ഗണിതത്തിലെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ആനിമേഷനുകളിലൂടെ പഠിക്കുമ്പോൾ ഭയം കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്നത് പുസ്തക പഠനം മാത്രമല്ല, ആശയവിനിമയം, പ്രശ്നപരിഹാരം, ഗവേഷണം, സർമ്മാത്മകത, വിനിമയം തുടങ്ങിയ ജീവിത ജയത്തിന് ആവശ്യമായ കഴിവുകളും അത് വളർത്തുന്നു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, കോഡിംഗ്സ് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഉണ്ട്. മൊബൈൽ ഫോൺ പഠനത്തിനും ഉപയോഗിക്കേണ്ട സമയത്ത് ചിലർ സോഷ്യൽ മീഡിയയിലും ഗെയിമുകളിലും മണിക്കൂറുകളോളം ചിലവഴിക്കുന്നു. ഇത് പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു. അതിനാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അച്ചടക്കവും സമയക്രമവും അനിവാര്യമാണ്. ഒരു കാറിന് എത്ര ശക്തമായ എഞ്ചിൻ ഉണ്ടായാലും ശരിയായ ദിശയിൽ ഓടിച്ചില്ലെങ്കിൽ അത് അപകടത്തിലേക്കാണ് പോകുക. അതുപോലെ സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. അതിനാൽ നാം സാങ്കേതിക വിദ്യയുടെ അടിമകളാകരുത്, മറിച്ച് അതിൻ്റെ യജമാനന്മാരാകണം. പഠനത്തിനും അറിവിനും വ്യക്തി വികസനത്തിനും സമൂഹത്തിന് പുരോഗതിക്കും അത് ഉപയോഗിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ വികസനം, ഇന്ത്യയുടെ വികസനം കുട്ടികളായ നമ്മുടെ കൈകളിലാണ്. അറിവും മൂല്യവും സാങ്കേതിക വിദ്യയും ഒരുപോലെ കൈവശമുള്ള വിദ്യാർത്ഥികളാണ് നാളെ മികച്ച ഡോക്ടർമാരും അധ്യാപകന്മാരും ശാസ്ത്രജ്ഞന്മാരും നേതാക്കളും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ചെറിയ സന്ദേശത്തോടെയാണ്. സാങ്കേതിക വിദ്യ ഒരു മികച്ച സേവകനാണ്, പക്ഷേ വളരെ മോശം യജമാനനാണ്. അതിനെ ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ അത് നമ്മുടെ ഭാവിയെ പ്രകാശമാക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിയ ഫാത്തിമ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പഠന രീതിയെ പൂർണ്ണമായും മാറ്റിമറിച്ച ഒരു ശക്തിയെ കുറിച്ചാണ്. ആ ശക്തിയുടെ പേര് സാങ്കേതിക വിദ്യ എന്നാണ്. മുമ്പ് ശാസ്ത്രം പഠിക്കുന്നത് ചിത്രങ്ങളും നിർവചനങ്ങളും മനഃപ്പാഠമാക്കിയായിരുന്നു. എന്നാൽ ഇന്ന് ത്രിമാന ആനിമേഷനിലൂടെയും വീഡിയോകളിലൂടെയും നമുക്ക് എല്ലാം നേരിട്ട് കാണാം. കോശത്തിനുള്ളിൽ കയറിച്ചല്ല, ഗ്രഹങ്ങളുടെ ചലനം മനസ്സിലാക്കാം. ഓൺലൈൻ ക്ലാസുകളും പഠന ആപ്പുകളും നമ്മുടെ വീട്ടിൽ ട്യൂഷനായി മാറി. സംശയം വന്നാൽ എപ്പോൾ വേണമെങ്കിലും പാഠങ്ങൾ കേൾക്കാം, എത്ര തവണ വേണമെങ്കിലും കാണാം. ഇതിലൂടെ പഠനം ഒരു ഭാരമല്ല, ഒരു അനുഭവമായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടം അറിവ് എല്ലാവർക്കും ലഭ്യമാക്കി എന്നതാണ്. ഗ്രാമപ്രദേശത്തിൽ നിന്നും നമുക്ക് ലോകത്തിലെ പ്രശസ്ത സർവകലാശാലകളിലെ പാഠങ്ങൾ കേൾക്കാം. ബഹിരാകാശ ഗവേഷണ വാർത്തകൾ നേരിട്ടറിയാം. അന്വേഷണ യന്ത്രങ്ങളും കൃത്രിമ ബുദ്ധിയുള്ള ഉപകരണങ്ങളും ഒരു വലിയ ഗ്രന്ഥശാലയാണ്. ഒരു ക്ലിക്കിൽ ഏത് വിവരവും നമുക്ക് ലഭിക്കും. മുമ്പ് അറിവ് ചിലർക്ക് മാത്രമായിരുന്നു, ഇന്ന് അത് എല്ലാവരുടെയും അവകാശമാണ്. കോവിഡ് കാലത്ത് സ്കൂൾ അടച്ചിട്ടപ്പോൾ പോലും ഓൺലൈൻ ക്ലാസുകളിലൂടെ പഠനം തുടർന്നു. ഇന്ന് നമ്മൾ കേരളത്തിൽ ഇരുന്ന് മറ്റൊരു സംസ്ഥാനത്തെ കുട്ടിയുമായി കൂടി പദ്ധതികൾ ചെയ്യുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഡിസൈനിങ് തുടങ്ങിയ പുതിയ കഴിവുകൾ ഓൺലൈനായി പഠിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് പോലും ലോകത്തിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരം ഇന്നുണ്ട്. ആ വാതിലുകൾ തുറന്നത് സാങ്കേതിക വിദ്യയാണ്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഒരാൾക്ക് ഒരു വിഷയം പെട്ടെന്ന് മനസ്സിലാകും, മറ്റൊരാൾക്ക് സമയം വേണം. കൃത്രിമ ബുദ്ധിയുള്ള ആപ്പുകൾ നമ്മുടെ ബലഹീനത കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഓരോ കുട്ടിക്കും അവരവരുടെ വേഗതയിൽ പഠിക്കാം. എന്നാൽ സൂക്ഷിക്കേണ്ടതുമുണ്ട്. ഏത് വലിയ ശക്തിക്കും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ഒന്നാമത് അമിത ഉപയോഗം.
പഠിക്കാനെടുത്ത ഉപകരണത്തിൽ മണിക്കൂറുകളോളം വിനോദ വീഡിയോകൾ കാണുന്നത് സമയനഷ്ടത്തിന് കാരണമാവും. നമ്മൾ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കണം. സാങ്കേതിക വിദ്യ നമ്മെ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്, തെറ്റായ വിവരങ്ങൾ. ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ശരിയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് വിവരങ്ങൾ പരിശോധിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും അധ്യാപകരുടെ മാർഗനിർദ്ദേശം അത്യാവശ്യമാണ്. മൂന്നാമത്, അവസരങ്ങളിലെ വ്യത്യാസം. നഗരങ്ങളിലെ കുട്ടികൾക്ക് ഉയർന്ന വേഗതയുള്ള ഇന്റർനെറ്റും നല്ല ഉപകരണങ്ങളും ലഭ്യമാണ്. എന്നാൽ ഗ്രാമങ്ങളിലെ ചില കുട്ടികൾക്ക് അത് ലഭിക്കുന്നില്ല. ഈ വിടവ് നികത്താൻ വേണ്ടിയാണ് സർക്കാർ എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസുകളും ഡിജിറ്റൽ ലൈബ്രറികളും സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടമ എന്താണ്? സാങ്കേതിക വിദ്യ ഒരു ആയുധം പോലെയാണ്. അതുകൊണ്ട് നാടിനെ രക്ഷിക്കാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. തീരുമാനം നമ്മുടേതാണ്. ദിവസവും ഒരു നിശ്ചിത സമയം പഠനത്തിനും പുതിയ കഴിവുകൾ പഠിക്കുന്നതിനും വേണ്ടി മാറ്റിവെക്കണം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, സംസാര പരിശീലനം, വീഡിയോ നിർമ്മാണം തുടങ്ങിയവ പഠിക്കാം. അതോടൊപ്പം അധ്യാപകരെ ബഹുമാനിക്കണം. കാരണം സാങ്കേതിക വിദ്യ നമുക്ക് അറിവ് നൽകും. എന്നാൽ മൂല്യങ്ങളും മനുഷ്യത്വവും ജീവിത പാഠങ്ങളും പഠിപ്പിക്കുന്നത് അധ്യാപകനാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. സ്വപ്നം കാണൂ. സ്വപ്നങ്ങൾ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ചിന്തകൾ നിങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നതാണ് സാങ്കേതിക വിദ്യ. നമുക്ക് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞനാവാം. വലിയ കമ്പനികളിൽ നേതാക്കളാവാം. നമ്മുടെ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആപ്പുകളാകാം. പേന കൊണ്ട് വിപ്ലവമുണ്ടാക്കിയ കാലം മാറി. ഇന്ന് കീബോർഡും കോഡും കൊണ്ടാണ് വിപ്ലവം ഉണ്ടാക്കുന്നത്. നമുക്ക് ആ വിപ്ലവത്തിന്റെ ഭാഗമാവാം. നമ്മുടെ വിദ്യാഭ്യാസത്തെയും നാടിന്റെ ഭാവിയെയും സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗത്തിലൂടെ പ്രകാശപൂർണമാക്കാം. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബഹുമാനപ്പെട്ട ടീച്ചർമാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന സോഷ്യൽ മീഡിയയെ കുറിച്ചാണ്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ കയ്യിൽ ഒരു ഫോണുണ്ട്. ആ ഫോൺ തുറന്നാൽ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതാണ് ആദ്യം കാണുന്നത്. പണ്ടുകാലത്ത് കത്തെഴുതിയാണ് വിവരം അറിയിച്ചിരുന്നത്. ഇന്ന് ഒരു സെക്കൻഡിൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും നമുക്ക് വിവരം അയക്കാം. ഈ വലിയ മാറ്റം കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. ഒന്നാമത് പറയേണ്ടത് വിവരങ്ങൾ വേഗം കിട്ടുന്നു എന്നതാണ്. സ്കൂളിലെ നോട്ടീസ്, പരീക്ഷയുടെ റിസൾട്ട്, റോഡ് അടച്ചതിൻ്റെ വിവരം, കാലാവസ്ഥയുടെ അപ്ഡേറ്റ് എല്ലാം ഉടനെ നമ്മുടെ ഗ്രൂപ്പിലെത്തും. കോവിഡ് കാലത്ത് സ്കൂൾ അടച്ചപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തി നമ്മളെ പഠിപ്പിച്ചതും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അന്ന് അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഒരു വർഷം പാഴാകുമായിരുന്നു. രണ്ടാമത്, ദൂരങ്ങളെ അത് അടുപ്പിച്ചു. ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഉപ്പയെ, ചേച്ചിയെ നമുക്ക് വീഡിയോ കോളിൽ കാണാം. അവരുടെ ശബ്ദം കേൾക്കാം. പണ്ടുപോലെ മാസങ്ങൾ കാത്തിരിക്കേണ്ട. കൂടാതെ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ ലോകത്തിന് കാണിക്കാനുള്ള ഒരു വലിയ വേദി കൂടിയാണ് ഇത്. നല്ല പാട്ട് പാടുന്ന കുട്ടിക്ക്, നല്ല ഡ്രോയിങ് ചെയ്യുന്ന കുട്ടിക്ക് ആളുകൾ കൈയടിക്കുന്നു. അതിലൂടെ അവർക്ക് പ്രചോദനം കിട്ടുന്നു. പഠിക്കാനും ഇത് വലിയ സഹായമാണ്. സംശയമുള്ള ഏത് പാഠവും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ടീച്ചർമാർ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ ഒന്നിപ്പിക്കാൻ സോഷ്യൽ മീഡിയക്ക് പറ്റും. വെള്ളപ്പൊക്കം വന്നപ്പോൾ സഹായം ആവശ്യമുള്ളവർക്ക് പണം പിരിക്കാനും ഭക്ഷണം എത്തിക്കാനും സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിച്ചു. പരിസ്ഥിതി സംരക്ഷണം, രക്തദാനം പോലുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു. എന്നാൽ പ്രിയ കൂട്ടുകാരെ, എല്ലാ നാണയത്തിനും രണ്ട് വശമുള്ളത് പോലെ സോഷ്യൽ മീഡിയയ്ക്കും ചില ചീത്ത വശങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം സമയം നഷ്ടപ്പെടുന്നതാണ്. ഒന്ന് റീൽസ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാൽ അറിയാതെ ഒരു മണിക്കൂർ പോകും. പഠിക്കേണ്ട സമയം, കളിക്കേണ്ട സമയം, കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന സമയം എല്ലാം അതിൽ നഷ്ടപ്പെടുന്നു. പിന്നെ പരീക്ഷയുടെ സമയത്ത് നമ്മൾ പശ്ചാത്താപിക്കുന്നു. രണ്ടാമത്,
കള്ളവാർത്തകളുടെ പ്രചാരമാണ്. വാട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജ് കണ്ട് പേടിച്ച് നമ്മൾ അത് 10 പേർക്ക് ഫോർവേഡ് ചെയ്യുന്നു. പക്ഷെ അത് സത്യമാണോ എന്ന് നോക്കുന്നില്ല. ഇത് സമൂഹത്തിൽ അനാവശ്യമായി പേടിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. മൂന്നാമത്, ഇത് നമ്മുടെ മനസ്സിനെയും ആരോഗ്യത്തിനെയും ബാധിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ മറ്റുള്ളവരുടെ നല്ല ഫോട്ടോകളും ജീവിതവും കണ്ട് ഞാൻ മാത്രം മോശമാണോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആത്മവിശ്വാസം കുറയുന്നു. കൂടാതെ രാത്രി വൈകി ഫോൺ നോക്കുന്നത് ഉറക്കം കെടുത്തുന്നു. കണ്ണിനും ദോഷമാണ്. ചില കുട്ടികൾ സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയ വേണ്ട എന്ന് പറയുന്നതല്ല പരിഹാരം. അത് ശരിയായി ഉപയോഗിക്കുന്നതാണ് വേണ്ടത്. നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു സമയം നിശ്ചയിക്കണം. 1 മണിക്കൂർ കൂടുതൽ പാടില്ല. പഠനത്തിനും പുതിയ കാര്യങ്ങൾക്കും പഠിക്കാനും സഹായിക്കുന്ന ചാനലുകളും പേജുകളും മാത്രം ഫോളോ ചെയ്യണം. ഏതെങ്കിലും വിവരം ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്ന് മുതിർന്നവരോട് ചോദിക്കണം. ഏറ്റവും പ്രധാനം, യഥാർത്ഥ ജീവിതം മറക്കരുത്. കൂട്ടുകാരോടൊപ്പം ഗ്രൗണ്ടിൽ കളിക്കാനും വീട്ടിൽ മാതാപിതാക്കളോട് പുസ്തകം കയ്യിലെടുത്ത് വായിക്കണം. ഉപസംഹാരമായ ഒരു കാര്യം മാത്രം പറയട്ടെ. സോഷ്യൽ മീഡിയ ഒരു കത്തി പോലെയാണ്. അതുകൊണ്ട് പച്ചക്കറി അരിഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കാം. അതേ കത്തി കൊണ്ട് ആളെ മുറിക്കാനും പറ്റും. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രാധാന്യം. അതിനാൽ നമുക്ക് സോഷ്യൽ മീഡിയയെ നമ്മുടെ പഠനത്തിനും നല്ല കാര്യങ്ങൾക്കും നമ്മുടെ വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കാം. അത് നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിഷയം. പണ്ട് പുസ്തകങ്ങളുടെയും കറുത്ത ബോർഡും ആയിരുന്നു നമ്മുടെ പഠനമുറികൾ. എന്നാൽ ഇന്ന് ആകെ മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ നമ്മുടെ വിദ്യാഭ്യാസത്തെ ആകെ മാറ്റി മറിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ്, ഡിജിറ്റൽ ക്ലാസ് മുറികൾ എന്നിവയെല്ലാം ഇന്ന് പഠനം വളരെ എളുപ്പമുള്ളതും രസകരവും ആക്കി മാറ്റിയിരിക്കുന്നു. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ പ്രധാന നേട്ടങ്ങൾ: എളുപ്പത്തിലുള്ള വിവരങ്ങൾ. ലോകത്തിന്റെ ഏത് കോണിലുള്ള വിവരങ്ങളും ഒരു വിരൽത്തുമ്പിൽ അറിയാൻ നമ്മെ സഹായിക്കുന്നു. സ്കൂളിൽ പോകാൻ കഴിയാത്ത കോവിഡ് കാലത്ത് ഈ സാങ്കേതിക വിദ്യയിൽ ആയിരുന്നു നമ്മുടെ പഠനം. എന്നാൽ സാങ്കേതിക വിദ്യ നേട്ടത്തോടൊപ്പം അതിൻ്റെ ദോഷവുമുണ്ട്. അതിൽ നിന്ന് ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം. ഈ സുവർണ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്, ഇൻ്റർനെറ്റ് എന്നിവയെല്ലാം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. പഠനത്തിലും സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് പഠിക്കാൻ പ്രധാനമായും പുസ്തകങ്ങളെയും അധ്യാപകരെയുമായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പഠിക്കാൻ കൂടുതൽ അവസരങ്ങളുണ്ട്. ഒരു വിഷയം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കാം. അതോടൊപ്പം ഇൻ്റർനെറ്റിൻ്റെ സഹായവും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നമുക്ക് ശാസ്ത്രത്തിലെ ഒരു പാഠം പഠിക്കുകയാണെന്ന് കരുതുക. പുസ്തകത്തിൽ വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ കണ്ടാൽ അതേ കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഗണിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാനും സാങ്കേതിക വിദ്യ സഹായിക്കും. ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ പഠിക്കാനും പുതിയ വാക്കുകളുടെ അർത്ഥം കണ്ടെത്താനും ഇൻ്റർനെറ്റ് സഹായിക്കും. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് പല പുതിയ കാര്യങ്ങളെയും പഠിക്കാം. ലോകത്തിലെ വിവിധ രാജ്യങ്ങളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും അറിയാൻ കഴിയും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ കൂടുതൽ അറിവ് നേടാനും ഇത് സഹായിക്കുന്നു. ഓൺലൈൻ ക്ലാസുകളും സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാന ഭാഗമാണ്.
ചില സാഹചര്യങ്ങളിൽ സ്കൂളിൽ പോകാൻ കഴിയാത്തപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിക്കാൻ സാധിക്കും. അധ്യാപകരുമായി സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഇതിലൂടെ കഴിയും. സാങ്കേതികവിദ്യ അധ്യാപകർക്കും വളരെ സഹായകരമാണ്. അധ്യാപകർക്ക് ചിത്രങ്ങളും വീഡിയോകളും പ്രസന്റേഷനുകളും ഉപയോഗിച്ച് പാഠങ്ങൾ പഠിപ്പിക്കാം. ഒരു ചിത്രം കാണിച്ചോ വീഡിയോ കാണിച്ചോ പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാകും. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കഴിവുകളും വളർത്താം. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുതിയ ചിത്രരചനാ രീതികൾ പഠിക്കാം. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർക്ക് പാട്ടുകൾ പഠിക്കാം. പുതിയ ഭാഷകൾ പഠിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും പല കാര്യങ്ങളും ചെയ്യാനും പഠിക്കാം. എന്നാൽ സാങ്കേതിക വിദ്യകൾക്ക് ചില ദോഷങ്ങളുമുണ്ട്. മൊബൈൽ ഫോൺ പഠനത്തിനായി ഉപയോഗിക്കേണ്ട സമയത്ത് ഗെയിമുകൾ കളിക്കുകയോ വീഡിയോകൾ മാത്രം കാണുകയോ ചെയ്താൽ അത് നമ്മുടെ പഠനത്തെ ബാധിക്കും. കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനും കാരണമാകും. അതുകൊണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു സമയം നിശ്ചയിക്കണം. പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതിനുശേഷം മാത്രം വിനോദത്തിനായി മൊബൈൽ ഉപയോഗിക്കാം. ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് കരുതാനും പാടില്ല. നമ്മൾ കാണുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് അധ്യാപകരോടോ മാതാപിതാക്കളോടോ ചോദിച്ച് ഉറപ്പാക്കണം. സാങ്കേതിക വിദ്യ അധ്യാപകരുടെ സ്ഥാനത്ത് വരാനുള്ളതല്ല. അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ശരിയായ വഴി കാണിച്ചു തരികയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യ അവരെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതിക വിദ്യ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സഹായിയാണ്. അത് പഠനം എളുപ്പവും രസകരവുമാക്കുന്നു. കൂടാതെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പുതിയ കഴിവുകൾ പഠിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. മൊബൈൽ ഫോൺ നമ്മുടെ സമയം കളയാനുള്ള ഒരു ഉപകരണമാകാതെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കാം. പഠിക്കാനും അറിവ് നേടാനും നമ്മുടെ കഴിവുകൾ വളർത്താനും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാങ്കേതിക വിദ്യ നല്ലതോ ചീത്തയോ എന്നതിലുപരി നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ പഠനത്തിലും ഭാവിയിലും വലിയൊരു സഹായമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നാം രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഓരോ നിമിഷവും പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം ശാസ്ത്രവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നാം അനുഭവിക്കുന്ന സൗകര്യങ്ങളും ആധുനിക ജീവിത രീതിയും ശാസ്ത്രത്തിൻ്റെ മികച്ച സംഭാവനകളാണ്. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിൽ നിന്നാണ് ശാസ്ത്രം ആരംഭിക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ചോദ്യങ്ങൾ മനുഷ്യൻ ചോദിച്ചും തുടങ്ങിയപ്പോഴാണ് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായത്. തീ ഉണ്ടാക്കാൻ പഠിച്ചതും ചക്രം കണ്ടുപിടിച്ചതും മുതൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബഹിരാകാശ ഗവേഷണങ്ങൾ വരെയുള്ള കാര്യങ്ങൾ മനുഷ്യരാശിയുടെ വികാസത്തിലെ നാഴികക്കല്ലുകളാണ്. ശാസ്ത്രം നമ്മുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യരംഗം. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്ന വസൂരി, പോളിയോ തുടങ്ങിയ പല മാരക രോഗങ്ങളെയും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു. പുതിയ മരുന്നുകൾ, വാക്സിനുകൾ, നൂതന ചികിത്സാ രീതികൾ എന്നിവയിലൂടെ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ജീവൻ രക്ഷിക്കാനും ശാസ്ത്രം സഹായിക്കുന്നു. വാർത്താവിനിമയവും സാങ്കേതിക വിദ്യയും.
ഇന്ന് ലോകം വിരൽത്തുമ്പോൾ ഒതുങ്ങി നിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളോടും നിമിഷങ്ങൾക്കകം സംസാരിക്കാനും വിവരങ്ങൾ കൈമാറാനും ഓൺലൈൻ വഴി പഠനം സാധ്യമാക്കാനും നമുക്ക് കഴിയുന്നത് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടാണ്. ഗതാഗത രംഗം. മാസങ്ങളും വർഷങ്ങളും എടുത്തിരുന്ന യാത്രകൾ ഇന്ന് മണിക്കൂറിൽ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ട്രെയിനുകളും വിമാനങ്ങളും മറ്റ് ആധുനിക വാഹനങ്ങളും ലോകത്തെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൃഷിയും ഭക്ഷണവും. ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ കൃഷിയിൽ ശാസ്ത്രീയ രീതികളും പുതിയ സാങ്കേതിക വിദ്യകളും സഹായിച്ചിരുന്നു. ഹൈ ഈൽഡ് വിത്തുകളും യന്ത്രവൽകൃത കൃഷിയും ഉൽപാദനം വർദ്ധിപ്പിച്ചു. എന്നാൽ ശാസ്ത്രത്തെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ ഇരിക്കുന്നത്. ശാസ്ത്രം ഒരു ഇരുതലമൂർച്ചയുള്ള വാളാണ്. അതിനെ മനുഷ്യനന്മയ്ക്കായി ഉപയോഗിച്ചാൽ അത് അനുഗ്രഹമാകും. മറിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാനും പരിസ്ഥിതി നശിപ്പിക്കാനും ഉപയോഗിച്ചാൽ അത് വൻ വിനാശത്തിന് വഴിയേക്കും. ശാസ്ത്രം എന്നാൽ കേവലം പുസ്തക പഠനം മാത്രമല്ല, അതൊരു ചിന്താരീതിയാണ്. സയൻറ്റിഫിക് ടെമ്പർ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ചിന്തിക്കാനും കാര്യങ്ങളെ യുക്തിസഹമായി വിശകലനം ചെയ്യാനും ശാസ്ത്രീയ മനോഭാവം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തെ തിന്മകൾക്ക് ഉപയോഗിക്കാതെ ലോക സമാധാനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കുമായി ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ശാസ്ത്രബോധമുള്ള ഒരു നല്ല തലമുറയായി വളരാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വളരെ പ്രസക്തമായ വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയുടെ ലോകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സംരംഭവും അതിൽ നിന്ന് വ്യത്യാസമല്ല. ഒരു കാലത്ത് അറിവ് നേടാൻ പുസ്തകങ്ങളും അധ്യാപകരും മാത്രമായിരുന്നു പ്രധാന ആശ്രയം. എന്നാൽ ഇന്നൊരു മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള അറിവ് നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തെ കൂടുതൽ എളുപ്പമാകും, ആകർഷകവുമായിരിക്കുന്നു. ഉദാഹരണത്തിന്, ക്ലാസ്സിൽ ഒരു ശാസ്ത്രീയ വിഷയം പഠിക്കുമ്പോൾ അധ്യാപകന്റെ വിശദീകരണം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചിത്രങ്ങളും ആനിമേഷനുകളും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കേൾക്കാനും വിദഗ്ധരായ അധ്യാപകരിൽ നിന്ന് പഠിക്കാനും ഇന്ന് സാധിക്കുന്നു. സംശയമുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റിലൂടെ അന്വേഷിച്ച് കൂടുതൽ അറിവ് നേടാനും കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധ്യതകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ വിശദീകരണം നൽകാനും പഠന സാമഗ്രികൾ തയ്യാറാക്കാനും ഭാഷകൾ പഠിക്കാനും വിവിധ വിഷയങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും AI സഹായിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രാധാന്യ കാര്യം നമുക്ക് ഓർക്കണം. സാങ്കേതിക വിദ്യ ഒരു നല്ല സേവനകനാണ്, എന്നാൽ അത് മോശമാകും. മൊബൈൽ ഫോണും ഇന്റർനെറ്റും പഠനത്തിനായി ഉപയോഗിക്കുന്നതിന് പകരം മണിക്കൂറുകളോളം ഗെയിമുകൾ സോഷ്യൽ മീഡിയയിലും ചെലവഴിക്കുന്നത് നമ്മുടെ പഠനത്തെ ബാധിക്കും. ഇന്റർനെറ്റിൽ ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് വിവരങ്ങൾ പരിശോധിച്ച് വിശ്വസ്തമായ ഉറവിടങ്ങളിൽ നിന്നും മാത്രം അറിവ് നേടണം. ഇതുപോലെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് നാം നഷ്ടപ്പെടുത്തരുത്.
AI നമ്മുടെ സഹായിയാണ്, നമ്മുടെ ചിന്തയ്ക്ക് പകരമല്ല. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെറും വിനോദത്തിനായ ഉപകരണമല്ല. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു ചെറിയ ലൈബ്രറിയായി, ഒരു അധ്യാപകനായ, ഒരു അറിവിന്റെ ലോകത്തുള്ള വാതിലായി മാറും. അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ ഭയപ്പെടുകയല്ല വേണ്ടത്, അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമുക്ക് സാങ്കേതിക വിദ്യയുടെ നല്ല വിശേഷങ്ങൾ സ്വീകരിക്കാം. അറിവ് നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും നമ്മുടെ ഭാവി മികച്ചതാകാനും സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്താം. സാങ്കേതിക വിദ്യ നമ്മുടെ കൈകളിലാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. നല്ല വിദ്യാഭ്യാസത്തിനും നല്ലൊരു സമൂഹത്തിനും സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കുറച്ച് പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം വളരെ വലുതാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സ്മാർട്ട് ക്ലാസ് റൂം, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ എന്നിവ ഇന്ന് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പണ്ട് ഒരു സംശയം ഉണ്ടായാൽ അതിന്റെ ഉത്തരം കണ്ടെത്താൻ പുസ്തകം മാത്രം ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ വളരെ വേഗത്തിൽ വിവരങ്ങളും കണ്ടെത്താൻ കഴിയും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വീഡിയോയിലൂടെയും ചിത്രങ്ങളുടെയും ആനിമേഷനുകളിലൂടെയും എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയും. ആദരണീയരായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ തൻഹ. ഞാൻ 8ാം തരം സിയിൽ പഠിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് സാങ്കേതിക വിദ്യ. ഒരു കാലത്ത് പുസ്തകങ്ങളും ബ്ലാക്ക് ബോർഡും മാത്രമായിരുന്നു പഠനത്തിന്റെ പ്രധാന ഉപാധികൾ. എന്നാൽ ഇന്ന് മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ബോർഡുകൾ, ഇന്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തെ കൂടുതൽ ലളിതവും രസകരവും ഫലപ്രദവുമാക്കി മാറ്റിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ കാണാനും ഡിജിറ്റൽ ലൈബ്രറികൾ ഉപയോഗിക്കാനും ഓൺലൈൻ കോഴ്സുകളിലൂടെ പുതിയ അറിവുകൾ നേടാനും ഇന്ന് സാധിക്കുന്നു. ഒരു ചെറിയ മൊബൈൽ ഫോൺ പോലും ഇന്ന് ഒരു വലിയ വിജ്ഞാന ശേഖരമായി മാറിയിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സ്കൂളുകൾ അടഞ്ഞിരുന്നപ്പോഴും വിദ്യാഭ്യാസം നിലച്ചില്ല. ഓൺലൈൻ ക്ലാസുകൾ വഴി വിദ്യാർത്ഥികൾ പഠനം തുടർന്നു. ഇന്ന് സാങ്കേതിക വിദ്യയുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിച്ച സംഭവമായിരുന്നു. സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളിൽ സൃഷ്ടിപരമായ ചിന്തയും ഗവേഷണ മനോഭാവവും വളർത്തുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങൾ, 3D മോഡലുകൾ, വിദ്യാഭ്യാസ വീഡിയോകൾ, വെർച്വൽ ലാബുകൾ എന്നിവയിലൂടെ വിഷയങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ പഠനം വെറും മനപ്പാഠമല്ല, അനുഭവമായി മാറുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ചില വെല്ലുവിളികളും ഉണ്ട്. മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും അമിത ഉപയോഗം പഠനത്തെ ബാധിക്കാം. തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കുന്നതും സമയനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ വിവേകത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അധ്യാപകരുടെ സ്ഥാനത്ത് സാങ്കേതിക വിദ്യ ഒരിക്കലും വരില്ല. ഒരു നല്ല അധ്യാപകൻ വിദ്യാർത്ഥിയുടെ സ്വഭാവവും മൂല്യബോധവും വളർത്തുന്നു. സാങ്കേതിക വിദ്യ അധ്യാപകനെ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണം മാത്രമാണ്. അതിനാൽ സാങ്കേതിക വിദ്യയും അധ്യാപകരും കൈകോർക്കുമ്പോഴാണ് വിദ്യാഭ്യാസം കൂടുതൽ മികച്ചതാകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നാം സാങ്കേതിക വിദ്യയുടെ ഉപയോക്താക്കൾ മാത്രമല്ല,
അതിനെ നല്ല സമൂഹ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഉത്തരവാദിത്വമുള്ള പൗരന്മാരും ആകണം. അറിവ് നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകാനും സാങ്കേതിക വിദ്യയെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. സാങ്കേതിക വിദ്യ ഒരു ഉപകരണം മാത്രമാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഈ അവസരം നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ്, സ്മാർട്ട് ക്ലാസ് തുടങ്ങിയ പഠനം കൂടുതൽ എളുപ്പവും രസകരവുമാക്കി. പണ്ട് അറിവ് നേടാൻ പ്രധാനമായും പുസ്തകങ്ങളുടെയും അധ്യാപകരുടെയും ആശ്രയത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഇന്റർനെറ്റിലൂടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള അറിവുകൾ വളരെ വേഗത്തിലും കണ്ടെത്താൻ കഴിയുന്നു. ചിത്രങ്ങൾ, വീഡിയോകൾ, ആനിമേഷനുകൾ തുടങ്ങിയ ഉപയോഗിച്ച് ബുദ്ധിമുട്ടായ വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാം. സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും ചിന്താശേഷിയും വളർത്താൻ സഹായിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ, വിദ്യാഭ്യാസ ആപ്പുകൾ പഠനത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമുണ്ട്. പഠനത്തിനായി ലഭിച്ച സാങ്കേതിക വിദ്യ വിനോദത്തിന് മാത്രം ഉപയോഗിക്കാതെ അറിവ് നേടുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഉപയോഗിക്കണം. അവസാനമായി ഞാൻ പറയുന്നു, സാങ്കേതിക വിദ്യ അധ്യാപകനെ മാറ്റിസ്ഥാപിക്കുന്നതല്ല, മറിച്ച് അധ്യാപനത്തെയും പഠനത്തെയും കൂടുതൽ മികച്ചതാക്കാനും ഒരു ഉപകരണമാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സാങ്കേതിക വിദ്യ നമ്മുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ ഫലപ്രദം ആക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ ഭരിക്കുന്നൊരു അത്ഭുത ലോകത്താണ്. ഒരു കാലത്ത് പുസ്തകത്താളുകളിലും ക്ലാസ് മുറികളിലെ കറുത്ത ബോർഡുകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന അറിവിന്റെ ലോകം ഇന്ന് സാങ്കേതിക വിദ്യയുടെ വരവോടെ അതിരുകളില്ലാതെയായി മാറിയിരിക്കുന്നു. അക്ഷരങ്ങൾക്കപ്പുറം ചിത്രങ്ങളിലൂടെയും ആനിമേഷനുകളിലൂടെയും വീഡിയോകളിലൂടെയും കാര്യങ്ങൾ കണ്ടുപഠിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. എത്ര പ്രയാസമുള്ള ആശയങ്ങളും വളരെ ലളിതമായും രസകരമായും മനസ്സിലാക്കാൻ ഈ മാറ്റം നമ്മളെ സഹായിക്കുന്നു. സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം രംഗത്ത് വന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അറിവ് നേടാൻ ഇനി ക്ലാസ് മുറികൾ മാത്രം പോരാ എന്ന തിരിച്ചറിവാണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഏറ്റവും മികച്ച വായനകളും പഠന സാമഗ്രികളും സ്വന്തമാക്കാൻ ഇന്ന് ഏതൊരു വിദ്യാർത്ഥിക്കും കഴിയും. ഓരോ കുട്ടിയുടെ ഗ്രഹണശേഷിയും പഠന വേഗതയും വ്യത്യസ്തമാണ്. ഡിജിറ്റൽ പഠന രീതികൾ ഓരോരുത്തർക്കും അവരവരുടെ വേഗതയിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള വലിയൊരു അവസരമാണ് മുന്നിൽ തുറന്നു തരുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആകർഷമായ രീതിയിൽ പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇത് അധ്യാപകർക്കും വലിയ പിന്തുണ നൽകുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ എന്നത് അറിവിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. അത് അറിവിന് പകരമാവില്ല എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അതിൻ്റെ തെറ്റായ ഉപയോഗങ്ങളിൽ വീണുപോകാതെ സ്വന്തം വളർച്ചയ്ക്ക് അറിവ് വർദ്ധിക്കുന്നതിനുമായി സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. അറിവിൻ്റെ വെളിച്ചത്തിൽ മികച്ചൊരു ഭാവി പണിതുയർത്താൻ നമുക്ക് ഏവർക്കും കൈകോർക്കാം. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വിവരസാങ്കേതിക വിദ്യയുടെ ലോകത്താണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും കീഴടക്കിയ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ മാറ്റങ്ങളാണ് വരുത്തി വച്ചിരിക്കുന്നത്.
നമ്മുടെ ക്ലാസ് മുറികളിലെ കറുത്ത ബോർഡിനും പുസ്തകങ്ങൾക്കും അപ്പുറം അറിവിൻ്റെ വിശാലമായ ഒരു ലോകമാണ് വിവരസാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ മുന്നിൽ തുറന്നു നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ചാൽ അത് പഠനത്തെ കൂടുതൽ ലളിതവും രസകരവുമാക്കി മാറ്റുന്നു എന്നതാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷനുകൾ, 3D ആനിമേഷനുകൾ എന്നിവയിലൂടെ പ്രയാസമേറിയ ഏത് വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. കൂടാതെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ കേൾക്കാനും ഓൺലൈൻ കോഴ്സുകൾ വഴി ഏത് സമയത്ത് അറിവ് നേടാനും ഇന്ന് കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. ഇത് പഠനത്തെ ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങാതെ കൂടുതൽ വിശാലമാക്കി. കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ പഠന രീതികൾ നമ്മെ വലിയ രീതിയിൽ തന്നെ സഹായിച്ചുവെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും അന്നു തന്നെ നിന്നുപോയെന്നെ. വിവരങ്ങൾ തിരയാനും സ്വയം പഠിക്കാനുമുള്ള കഴിവ് വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകരിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗവും ദുരുപയോഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അധ്യാപകന് പകരമാവില്ല, മറിച്ച് പഠനത്തെ സഹായിക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. അതിനാൽ സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ മൂല്യങ്ങളോടെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ചുരുക്കത്തിൽ, നാളത്തെ ലോകത്തിന് അനുയോജ്യരായ പ്രതിഭകളെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ ഈ കാലത്ത് സാങ്കേതിക വിദ്യയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നതാണ്. ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയുടെ ലോകമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസം. പണ്ട് അറിവ് നേടാൻ പ്രധാനമായും പുസ്തകങ്ങളും അധ്യാപകരെയും ആശ്രയിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ക്ലാസുകൾ, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ തുടങ്ങിയവയിലൂടെ അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്നു. ചിത്രങ്ങൾ, വീഡിയോകൾ, ആനിമേഷനുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ പ്രയാസമുള്ള വിഷയങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓൺലൈൻ ക്ലാസുകളും ഡിജിറ്റൽ പഠന സാമഗ്രികളും വിദ്യാർത്ഥികൾക്ക് സ്വന്തം സാഹചര്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള അവസരവും നൽകുന്നു. സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അവരുടെ സർഗാത്മകമായ ചിന്താശേഷി വളർത്തുന്നു. അധ്യാപകർക്കും പാഠങ്ങൾക്കും കൂടുതൽ ആകർഷകവും ഫലപ്രദവുമായി അവതരിപ്പിക്കാൻ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി ഉപകാരങ്ങൾ സാങ്കേതിക വിദ്യയെ കൊണ്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് വിദ്യാഭ്യാസത്തിന് സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ഉപകാരത്തെ പറ്റി 2 വാക്ക് സംസാരിക്കട്ടെ. നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലമായതിനാൽ മഴയുടെ അവധി ലഭിക്കുന്നു. അപ്പോൾ പല ക്ലാസുകളും ഒഴിവാക്കേണ്ടി വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എത്രത്തോളം ക്ലാസുകൾ ഞങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു. അവിടെയാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഉപകാരം വരുന്നത്. ഗൂഗിൾ മീറ്റ് പോലെയുള്ള പല സംവിധാനങ്ങളിലൂടെ സഹായം കൊണ്ട് നമുക്ക് ക്ലാസുകൾ നടത്താൻ കഴിയുന്നു. ആകസ്മികമായ സ്കൂൾ ഒഴിവാക്കേണ്ടി വരുന്നപ്പോൾ
നമ്മുടെ ഗുരുനാഥന്മാർ എന്താണ് എടുത്തത് എന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് പോലെയുള്ള പല ആപ്പുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആകസ്മികമായ ഈ കാരണങ്ങളാൽ നാം സ്കൂൾ ഒഴിവാക്കേണ്ടി വന്നാൽ നമുക്ക് നമ്മുടെ ഗുരുനാഥന്മാർ എഴുതാൻ തന്നതെല്ലാം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ പോലെയുള്ള ആപ്പുകളിൽ നിന്ന് നമുക്ക് കൂട്ടുകാരോടോ ഗുരുനാഥന്മാരോടോ ഓൺലൈൻ വഴി ചോദിച്ചു ഫോട്ടോ വഴി എഴുതിയെടുക്കാം. അതുപോലെ സ്കൂൾ പഠനത്തിന് പുറമെ നമുക്ക് പലതരം വായനാ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, ഭാഷകൾ പഠിക്കാൻ, അത് എഴുതിയെടുക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയുന്നുണ്ട്. പഠനം ശക്തിപ്പെടുത്താൻ ആവശ്യമായ ക്വിസുകൾ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഗുരുനാഥന്മാർക്ക് എക്സാമുകൾ നടത്താനും ഓൺലൈൻ വഴി ഈ സാഹചര്യത്തിൽ കഴിയുന്നു. 4 ചുമരുകൾക്ക് ഉള്ളിൽ അകപ്പെട്ട ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസം ഒരു സ്വപ്നമായി കണ്ട കാലത്തിൽ നിന്ന് അവർക്ക് മികച്ച അവസരത്തിൽ നൽകുന്ന തരത്തിലേക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് അത് ലഭിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു. ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്ന പ്രസക്തമായ വിഷയത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പോലെ വിദ്യാഭ്യാസ രംഗത്തെയും മാറ്റിമറിച്ച ഒന്നാണ് സാങ്കേതിക വിദ്യ. ഒരു കാലത്ത് പുസ്തകത്താളുകളിലും 4 ചുമരുകൾക്കുള്ളിലെ ക്ലാസ് മുറികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന അറിവ് ഇന്ന് ഒരു വിരൽത്തുമ്പിൽ ലോകത്തിന്റെ ഏത് കോണിലും ലഭ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. പഠനം കൂടുതൽ ലളിതവും രസകരവുമാകുന്നു. ശാസ്ത്രീയ പ്രതിഭാസങ്ങളും സങ്കീർണമായ കണക്കുകളും ചിത്രങ്ങളും ആനിമേഷനുകളും 3D വീഡിയോകൾ എന്നിവയിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇന്ന് ഡിജിറ്റൽ ബോർഡുകളിലും സ്മാർട്ട് ക്ലാസ് മുറികളിലും സഹായിക്കുന്നു. എല്ലാവർക്കും തുല്യമായ അറിവ്. ഭൂമിശാസ്ത്രപരമായ അതിരുകളില്ലാതെ ലോകോത്തര സർവകലാശാലകളിലെ പഠന സാമഗ്രികളും വിദഗ്ധരുടെ ക്ലാസുകളും സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവസരമൊരുക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ എത്രത്തോളം മുന്നേറിയാലും അധ്യാപകരുടെ സ്ഥാനത്തിനോ അവർ പകരുന്ന സ്നേഹത്തിനും മൂല്യങ്ങൾക്കും പകരമാകാൻ കഴിയില്ല. സാങ്കേതിക വിദ്യ ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. ഇന്റർനെറ്റിലെ തെറ്റായ വിവരങ്ങളിൽ വീണു പോകാതെയും സ്ക്രീൻ ടൈം അമിതമാക്കാതെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമ്പരാഗത പഠന രീതികളുടെ ഭംഗിയും സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും സമന്വയിപ്പിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ കൂടുതൽ ഫലപ്രദമാകൂ. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സാങ്കേതിക വിദ്യ അറിവിന്റെ അനന്ത സാധ്യതകളിലേക്കുള്ള വാതിലാണ് തുറന്നു തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.